IPL 19 സീസണിന് മുന്നോടിയായി ഫ്രാഞ്ചൈസികൾക്കും താരങ്ങൾക്കും കർശന പെരുമാറ്റച്ചട്ടവുമായി BCCI. മൈതാനത്തെ അച്ചടക്കവും പ്രൊഫഷണലിസവും വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി പരിശീലനത്തിനും വസ്ത്രധാരണത്തിനും പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. താരങ്ങൾക്ക് കൃത്യമായ വിശ്രമം ലഭിക്കാൻ മത്സര ദിവസം ടീമുകൾ പരിശീലനത്തിന് ഇറങ്ങരുത്. പോസ്റ്റ് പ്രസന്റേഷനിൽ ഫ്ലോപ്പികളോ സ്ലീവ്ലെസ്സോ ധരിക്കാൻ പാടില്ല. വസ്ത്രധാരണ രീതിയിൽ പിഴവ് വരുത്തിയാൽ ആദ്യം താക്കീതും ആവർത്തിച്ചാൽ പിഴയും ഈടാക്കും. പരിശീലന വേളയിൽ താരങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഡ്രസ്സിംഗ് റൂമിലോ മൈതാനത്തോ പ്രവേശനം ഉണ്ടാകില്ല. താരങ്ങൾ പരിശീലനത്തിനായി ടീം ബസ്സിൽ മാത്രമേ സ്റ്റേഡിയത്തിൽ എത്താനും തിരിച്ചു പോകാനും അനുവദിക്കൂ എന്നുമെന്നാണ് BCCIയുടെ പുതിയ മാർഗനിർദ്ദേശം. മുംബൈ ഇന്ത്യൻസ് ഹാർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റൻസി സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട മുൻ ഇന്ത്യൻ താരം രവിചന്ദ്രൻ അശ്വിൻ ഹാർദിക്കിനെ മാറ്റി സൂര്യകുമാർ യാദവിനെ ക്യാപ്റ്റനാക്കണമെന്നാണ് അശ്വിന്റെ ആവശ്യം. ഇന്ത്യയുടെ നായകനായി സൂര്യകുമാർ 2020 ലോകകപ്പിലേക്ക് നയിച്ചിട്ടുണ്ടെന്നും ഹാർദിക് നിലവിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു ക്യാപ്റ്റൻസി റോളിലും ഇല്ലെന്നും അശ്വിൻ ചൂണ്ടിക്കാട്ടി. സൂര്യയെ മുംബൈ ക്യാപ്റ്റൻ ആക്കിയിട്ടില്ല എന്നത് ആശങ്കാജനകമാണെന്നും അശ്വിൻ കൂട്ടിച്ചേർത്തു. IPLിലെ ഇമ്പാക്ട് പ്ലെയർ നിയമത്തോട് വ്യക്തിപരമായി താല്പര്യമില്ലെന്ന് ഡൽഹി ക്യാപിറ്റൽസ് നായകൻ അക്ഷർ പട്ടേൽ. ഇമ്പാക്ട് പ്ലെയർ നിയമം ഓൾറൗണ്ടർമാരുടെ പ്രസക്തി ഇല്ലാതാക്കി. താനൊരു ഓൾറൗണ്ടറാണ്, ബാറ്റിംഗിലും ബൗളിംഗിലും ഉപയോഗപ്പെടുത്താം എന്നതാണ് ഒരു ഓൾറൗണ്ടറുടെ ഗുണമെന്ന് അക്ഷർ. ഇമ്പാക്ട് നിയമം വന്നതോടെ ടീമുകൾ സ്പെഷ്യലിസ്റ്റ് ബാറ്റർ അല്ലെങ്കിൽ ബൗളർ എന്നിവരെ മാത്രമാണ് അന്വേഷിക്കുന്നത്. നിയമം നിയമമായി തുടരുന്ന ഇടത്തോളം അത് പിന്തുടരുകയല്ലാതെ മറ്റു മാർഗമില്ലെന്നും അക്ഷർ പട്ടേൽ പറഞ്ഞു. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 2020 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ വനിതാ ടീമിനെ പ്രഖ്യാപിച്ചു. ഹർമൻപ്രീത് കൗർ നയിക്കുന്ന 15-അംഗ ടീമിനെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വനിതാ പ്രീമിയർ ലീഗിൽ തിളങ്ങിയ 23-കാരി അനുഷ്ക ശർമ്മ പരമ്പരയിൽ ഇന്ത്യയ്ക്കായി അരങ്ങേറ്റം കുറിക്കും. ടെസ്റ്റ് ഏകദിന ടീമിൽ ഭാഗമായ കശ്വി ഗൗതം പരമ്പരയിൽ 2020 ഫോർമാറ്റിൽ അരങ്ങേറും. ഏപ്രിൽ 17 മുതലാണ് പരമ്പരയ്ക്ക് തുടക്കമാവുക. മയാമി ഓപ്പൺ വനിതാ സിംഗിൾസിൽ ക്വാർട്ടർ ലൈനപ്പായി. സൂപ്പർ പോരാട്ടത്തിൽ എലീന റിബാക്കിന ജേസിക്ക പേഗുലയെ നേരിടും. പ്രീ ക്വാർട്ടറിൽ ടാലിയെയും ജാക്ലിനെയും നേരിട്ടുള്ള സെറ്റുകൾക്ക് തോൽപ്പിച്ചാണ് റിബാക്കിനെയും പേഗുലയും ക്വാർട്ടറിലെത്തിയത്. ക്വാർട്ടറിൽ സബലങ്ക ഹെയ്ലിയെയും കൊക്കോ ഗഫ് ബെലിൻഡയെയും നേരിടും. നാളെ പുലർച്ചെ 4:30 മുതലാണ് സൂപ്പർ പോരാട്ടങ്ങൾ. ലോകകപ്പിന് ശേഷം ഫ്രാൻസിന്റെ പരിശീലകനാകാൻ സിനദിൻ സിദാൻ. ഫ്രഞ്ച് ഫുട്ബോൾ അസോസിയേഷനുമായി സിദാൻ അവസാനവട്ട ചർച്ചകൾ പൂർത്തിയാക്കിയതായാണ് റിപ്പോർട്ട്. ലോകകപ്പിന്റെ ഫലം എന്തായാലും ദിദിയർ ദശാംസ് ഫ്രാൻസ് പരിശീലക സ്ഥാനം ഒഴിയുമെന്ന് ഫ്രഞ്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഫ്രാൻസിനൊപ്പം ലോകകപ്പ് നേടിയ താരം കൂടിയാണ് സിനദിൻ സിദാൻ.